പണ്ടൊരു കാട്ടിൽ ചെറിയ മാളത്തിൽ ഒരമ്മ എലിയും 4 കുഞ്ഞുങ്ങളും താമസിച്ചിരുന്നു. എന്നാൽ ആ 4 കുഞ്ഞുങ്ങളിൽ ഒരു എലി മാത്രം നീല നിറമായിരുന്നു. അവൾ ബാക്കി കുഞ്ഞുങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തയായിരുന്നു. അവൾ എപ്പോഴും അമ്മയെ സഹായിച്ച് വീട്ടുജോലികളെല്ലാം നോക്കി മിടുക്കിയായി വളർന്നു. രണ്ടാമത്തെ എലിക്കുഞ്ഞ് ഒരു സംസാരപ്രിയനായിരുന്നു. അമ്മയെ സഹായിക്കേണ്ടതിന് പകരം ഒഴിവു സമയങ്ങളിൽ ഒരു മരത്തിന് താഴെ കൂട്ടുകാരുമൊത്ത് സംസാരിച്ചിരിക്കലാണ് അവന്റെ ഹോബി. മൂന്നാമത്തെ എലി ഒരു സൗന്ദര്യ സ്നേഹിയായിരുന്നു. അമ്മയെ സഹായിക്കേണ്ടതിന് പകരം ഒഴിവു സമയങ്ങളിൽ കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്ന് മേക്കപ്പ് ഇടലാണ് അവളുടെ ഹോബി. നാലാമനാകട്ടെ ഏതു നേരവും ഉറക്കമാണ്. ഒരു ദിവസം അവളുടെ കൂടെ ഒന്ന് പുറത്തു പോയി പഴങ്ങൾ പറിച്ചു വന്നേ, എനിക്ക് കാലിന് നല്ല സുഖമില്ല. അവളെ ഒറ്റയ്ക്ക് പറഞ്ഞയക്കണ്ട. എന്നിട്ട് ഉറക്കം വന്നിട്ട് വയ്യ, നല്ല ക്ഷീണം. അവളോട് പിന്നെ പോകാമെന്ന് പറ. ഇത് കേട്ട അമ്മ എലിക്ക് സങ്കടമായി. അമ്മ നേരെ കണ്ണാടിയിൽ നോക്കി മുടി ചീകുന്ന മൂന്നാമത്തെ എലിയുടെ അടുത്തേക്ക് പോയി. മോനെ, ഒന്ന് അവളുടെ കൂടെ പുറത്തു പോയി പഴങ്ങൾ പറിച്ചു വന്നേ, എനിക്ക് കാലിന് നല്ല സുഖമില്ല. അവളെ ഒറ്റയ്ക്ക് പറഞ്ഞയക്കണ്ടല്ലോ, ഒന്ന് കൂട്ടിന് പോയേ. ഞാനൊരു പണിയെടുക്കുന്നത് കണ്ടില്ലേ അമ്മേ? അവള് ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. ഇത്രയും കാലം അമ്മ കൂട്ടുപോയില്ലേ, ഇനി അവൾ ഒറ്റയ്ക്ക് പോട്ടെ, അങ്ങനെയല്ലേ പഠിക്കുക. ഇത് കേട്ട അമ്മ രണ്ടാമത്തെ എലിയുടെ അടുത്തും പോയി കാര്യങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ എലിയും കൂട്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പതിവ് പോലെ നീല എലിയും അമ്മയും കൂടി പഴങ്ങൾ പറിക്കാൻ പുറത്തിറങ്ങി. അവർ എല്ലാവർക്കും വേണ്ടിയുള്ള പഴങ്ങൾ പറിച്ചു. കുട്ടകൾ നിറച്ച് വീട്ടിലേക്ക് വന്നു. പഴങ്ങളുടെ മണം വന്നതോടെ എല്ലാവരും ഒരുമിച്ച് വന്ന് പഴങ്ങൾ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. എല്ലാ ദിവസവും നീലയും അമ്മയും പുറത്തുപോയി കഷ്ടപ്പെട്ട് പഴങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരും. മറ്റു 3 എലികളും അതൊക്കെ വന്ന് കഴിച്ചു തീർക്കും. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മറ്റു 3 എലികളുടെയും സ്വഭാവത്തിലും ഒരു മാറ്റവും കാണാത്ത എലിയമ്മ സങ്കടത്തിലായി. അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. അവർ മാറാനൊന്നും പോകുന്നില്ല. നമുക്ക് നന്നായി ആലോചിച്ചൊരു തീരുമാനമെടുക്കാം. അതെ മോളെ, നീ പറഞ്ഞത് ശരിയാണ്. പക്ഷെ നമുക്ക് എങ്ങനെ അവരെ മാറ്റാൻ പറ്റും? എനിക്കൊരു ഐഡിയ തോന്നുന്നു. നീല എലി അവൾക്ക് കിട്ടിയ ഐഡിയ അമ്മയോട് പറഞ്ഞു. നമുക്കൊന്ന് അങ്ങനെ ചെയ്തു നോക്കാം. അങ്ങനെ നീല എലി പറഞ്ഞു കൊടുത്ത ഐഡിയ പോലെ 3 ദിവസം അടുപ്പിച്ച് പഴങ്ങളൊന്നും തന്നെ ഇല്ലാതെ വീട്ടിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ മറ്റു 3 എലികൾ ആഹാരമൊന്നും കിട്ടാതെ വിശന്നിരിക്കാൻ തുടങ്ങി. ക്ഷീണം, ഞാനൊന്ന് പോയി കിടക്കട്ടെ. സംസാരപ്രിയനായിരുന്ന നമ്മുടെ രണ്ടാമത്തെ എലി ഭക്ഷണം കഴിക്കാതെ ആയപ്പോൾ ആരോടും സംസാരിക്കാൻ പറ്റാതെയായി. സൗന്ദര്യ സ്നേഹിയായിരുന്ന മൂന്നാമത്തെ എലിയും ഭക്ഷണം കഴിക്കാതെ ആയപ്പോൾ സൗന്ദര്യം നോക്കാൻ ഒരു മൂടില്ലാതെയായി. ഏതു നേരവും ഉറങ്ങിയിരുന്ന നാലാമനാകട്ടെ ഭക്ഷണം കഴിക്കാതെ ആയപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടു. അങ്ങനെ 3-ാമത്തെ ദിവസം 3 പേർക്കും വിശപ്പ് കൊണ്ട് ഉറങ്ങാൻ പോലും പറ്റാതെയായി. അവർ അമ്മ ആഹാരവുമായി വരുന്നത് കാത്തിരുന്നു. അമ്മ വരുന്നത് കണ്ട 3 പേരും അവരുടെ അടുത്തേക്ക് ചെന്നു. അമ്മേ, അമ്മ ഇന്നും ഒന്നും കൊണ്ടുവന്നില്ലേ? ഈ വയ്യാത്ത ഞാനും നിങ്ങളുടെ മൂത്ത സഹോദരിയായി ഇവിടം കൂടി പോയാൽ എല്ലാവർക്കുമുള്ള ആഹാരം കൊണ്ടുവരാൻ പാടാണ്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞതുമല്ലേ? നിങ്ങൾ 3 പേരും കൂടി വന്നാൽ പണികൾ കുറച്ചുകൂടി എളുപ്പമാകും. അതുകൊണ്ട് നാളെ മുതൽ നിങ്ങളും ഞങ്ങളോടൊപ്പം വരും. എന്താ, റെഡിയല്ലേ? തീർച്ചയായും, നല്ല കുട്ടികൾ. ഇതും പറഞ്ഞ അമ്മ എല്ലാവർക്കും ഓരോ ആപ്പിൾ വീതം കൊടുത്തു. അങ്ങനെ പിറ്റേ ദിവസം മുതൽ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം ശേഖരിക്കാൻ പോയി തുടങ്ങി. അങ്ങനെ അവർ അവരുടെ മടിയെല്ലാം മാറ്റിവെച്ച് തങ്ങൾക്കുള്ള ഭക്ഷണം ശേഖരിച്ചു. അമ്മയ്ക്ക് സന്തോഷമായി. ഇനി മുതൽ തന്റെ സഹോദരങ്ങളുടെ കൂടെ ഒരുമിച്ച് പണിയെടുക്കുകയും സമയം ചിലവഴിക്കുകയും കളിക്കുകയും എല്ലാം ചെയ്യാമല്ലോ എന്നോർത്ത് നമ്മുടെ നീല എലിക്കും സന്തോഷമായി. നിങ്ങൾ കഠിനാധ്വാനം ചെയ്തു തുടങ്ങുമ്പോൾ
നല്ല കാര്യങ്ങളും സംഭവിച്ചു തുടങ്ങും.